ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് പാൽക്കോവ. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറഞ്ഞ പൈസക്ക് വാങ്ങി കഴിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. സത്യത്തിൽ ഇതിൽ പാലൊന്നും ചേർക്കുന്നില്ല, പാലില്ലാതെയാണ് ഈ പാൽക്കോവ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാൽക്കോവ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിൽക്കായിട്ട് ആദ്യം 1/2 കപ്പ് ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിലിന് പകരം വേണമെങ്കിൽ 1/2 കപ്പ് നെയ്യും നമുക്ക് യൂസ് ചെയ്യാം. ഓയിൽ വല്ലാതെ അങ്ങോട്ട് ചൂടാവരുത് കേട്ടോ, ഒരു മീഡിയം ചൂടായാൽ മതി. എന്നിട്ട് ഫ്ലെയിം നല്ല സിമ്മിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടിയിട്ട് പോവും. അപ്പം കുറച്ച് സമയം ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത്തിരി കട്ടകൾ ഉണ്ടാവും, അത് പ്രശ്നമില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓയിൽ തട്ടാതെ കിടക്കുന്ന മൈദപ്പൊടി ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് നല്ല പോലെ ഇത് മിക്സ് ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നോക്കുക. അപ്പോൾ തന്നെ ഈ മാവ് ഇങ്ങനെ കുഴഞ്ഞിട്ട് വരും, കട്ടയൊന്നും ഇല്ലാതെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും അടുത്ത സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ആയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത്തിരി സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കട്ടകളൊന്നുമില്ല, എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടാണ്. എന്നിട്ട് അതിലേക്ക് 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തേന്. അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോക്കിന് നമ്മുടെ മൈദപ്പൊടിൻ്റെ ആ മിക്സ് നല്ലോണം ചൂടാറിയിട്ട് ഇതേപോലെയായി വന്നിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അതിലേക്കായിട്ട് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം. പിന്നെ നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചത് കുറച്ചായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനിയിപ്പം സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര എത്തണം. പിന്നെ ഇത് ഒരു ഡോ പോലെ വേണം ഉണ്ടാവാനായിട്ട്. ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഡോ അല്ല, എന്നാൽ അത്ര ഹാർഡാവാനും പാടില്ല. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് പോലെ വേണം ഇത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ പാൽക്കോവൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അതിലാദ്യം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇതെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ മാവുണ്ടല്ലോ അത് ഇതിൽക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലിൽ എത്തിക്കോളും. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പാത്രം മുഴുവനാക്കാതെ പകുതി ഭാഗം വരെ ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇതാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. ഞാനിത് ഫ്രീസറിലാണ് വെച്ചിനിയത്. അപ്പം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉറക്കിയൊന്നുമില്ല, ഇതേപോലെ ഒരു ഇത്തിരി സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക, കട്ട് ചെയ്യാനൊക്കെ സുഖത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും ആക്കണില്ല. നമുക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അതേപോലെ ഇങ്ങനെ ചെറിയ റെക്റ്റാങ്കിൾസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽക്കോവയാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോവും, അത്രയും ടേസ്റ്റ് ഉണ്ട്, അത്രയും സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കേടുവരാതെ നിൽക്കും. അപ്പോൾ നമുക്ക് വേണ്ട പോലെ എടുത്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വാങ്ങി കഴിച്ചിട്ടുള്ള ഓർമ്മ ഉണ്ടാവും. അപ്പോൾ പേരൻസിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കുറച്ച് ദിവസം മുന്നേ ആമസോൺ വഴി പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ ടോപ്പാണ്. ബ്ലാക്കിൽ വൈറ്റ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ളൊരു ടോപ്പാണിത്. നമുക്കിപ്പം ഫ്ലെയർ ആയിട്ടുള്ള പലാസോൻ്റെ കൂടെ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല സുഖമുള്ള മെറ്റീരിയലുമാണ്. കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ.
ഫുൾ സ്ലീവ് ആയിട്ടാണ് ഇതുള്ളത്. അപ്പം വൈറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും പിന്നെ ഈ നെക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട്. അവിടെ തന്നെ ഒരു 4-5 ബട്ടൺ വെച്ചിട്ടുള്ളൊരു ഡിസൈനും അവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ടോപ്പാണ്. ഇത് നമുക്കിപ്പം സ്കേർട്ടിലേക്കൊക്കെ ഇടാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ടോപ്പാണ്. ഇത് ഒരു ഗ്രീൻ കളറിലാണ് കേട്ടുള്ളത്. എന്താ പറയുക, മെഹന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് എന്നാണ് അവർ ആമസോണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് ഒരു ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ സൈസ് എം ആണ്. എമ്മിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പം ഭയങ്കരമായിട്ട് അങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നുമില്ല, എന്നാൽ അധികം ലൂസും ഇല്ല. അങ്ങനെ ഒരു പാകമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതിലും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിമാണ്. നമ്മൾ ഗ്ലാസ് ഉണ്ടല്ലോ, സ്പെക്സിൻ്റെ ഫ്രെയിമാണിത്. അപ്പം ലെൻസ് കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ആമസോൺ വഴി ലെൻസ് കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ് ഫ്രെയിമാണ്. റോസ് ഗോൾഡ് കളറാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഒരു റോസ് ഗോൾഡ് കളറിലുള്ള ഫ്രെയിം വേണമെന്ന്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇനി ഗ്ലാസ് മാറ്റി വെച്ചാൽ മതി, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഉള്ളത് റീഡിംഗ് ഗ്ലാസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴും പിന്നെ വായിക്കുമ്പോഴൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള റീഡിംഗ് ഗ്ലാസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ലതാണ് കേട്ടോ. അപ്പം പവർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം. എനിക്ക് പവർ ഉള്ളതുകൊണ്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ഇൻഷാല്ലാ മാറ്റി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. വിൻസെൻ്റ് ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതാണ്. ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു ബ്രാൻഡിൻ്റെ ഫ്രെയിം തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൻ്റെ റേറ്റ് 1119 രൂപയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേനെ, അതിലൊന്ന് കയറിയിട്ട് നോക്കിയാൽ മതി, എന്നിട്ട് ഓർഡർ ചെയ്യാം.